ഇപ്പോൾ പോറ്റിയും കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ്. നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ എത്ര സമയം എടുക്കും? ഈ ഉപാധികൾ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? എന്തായാലും കർശന ഉപാധികളോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പ്രതീക്ഷിച്ച നടപടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കേസ് പരിഗണിച്ച ഉടൻ തന്നെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ സ്വാഭാവികമായ ജാമ്യം അനുവദിക്കാതിരിക്കാൻ വേറെ വഴിയില്ല എന്ന് മുരാരി ബാബുവിന്റെ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ഈ സ്വാഭാവികമായി ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് തന്നെ ഉണ്ടാകുന്നു. കേസ് പരിഗണിച്ച ഉടൻ തന്നെ ഇത്തരത്തിൽ ജാമ്യം നൽകുകയാണെന്നാണ് ജഡ്ജി പറഞ്ഞത്. എന്തായാലും ഏറ്റവും ഒടുവിൽ അങ്ങനെ ഏറ്റവും ആദ്യത്തെ അറസ്റ്റ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. മുഖ്യ സൂത്രധാരനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ദ്വാരപാലക ശില്പ കേസിൽ ആദ്യഘട്ടത്തിൽ ജാമ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ എന്തായാലും കട്ടളപ്പാളി കേസിൽ കൂടി ജാമ്യം ലഭിക്കുകയാണ്. കർശന ഉപാധികളോടെയാണ് ഇപ്പോൾ എന്തായാലും ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ആ ഉപാധികളെ പറ്റിയുള്ള വ്യക്തമായ വിവരം എന്തായാലും ഈ ഉത്തരവിന് പകർപ്പ് ലഭിക്കുമ്പോഴാകും നമുക്ക് അറിയാൻ കഴിയുക. എന്തായാലും നിലവിൽ ഈ കർശന ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്നു എന്നാണ് ജഡ്ജി പറഞ്ഞത് ഉത്തരവിലുള്ളത്. അതിലേറ്റവും പ്രധാനമായി ഇത്തരത്തിൽ ഈ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, ഒപ്പം ഈ 2 ദിവസം കൂടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രതീക്ഷിച്ച വിധി തന്നെ ഉണ്ടാകുന്നു. അത് ഇന്നലെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ഇന്ന് കേസ് പരിഗണിച്ച ഉടൻ തന്നെ സ്വാഭാവികമായ ജാമ്യം നൽകുന്നു എന്ന് പറഞ്ഞു. കാരണം മുൻപ് മുരാരി ബാബുവിന്റെ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ഈ കുറ്റപത്രം സമർപ്പിക്കാതെ എങ്ങനെ പ്രതിയെ വീണ്ടും റിമാൻഡിൽ നിലനിർത്താനാകുമെന്ന ചോദ്യം കോടതി ചോദിച്ചിരുന്നു. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇത്തരത്തിൽ SITക്ക് ഒരു തിരിച്ചടി എന്ന് പറയുന്ന തരത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകേണ്ടി വരുന്ന സാഹചര്യമാണ്. എങ്കിലും ഹൈക്കോടതിയുടെ ഒരു പരാമർശം നിലനിൽക്കുകയാണ്. SITയുടെ കുറ്റപത്രം വൈകുന്നത് കാര്യമായി എടുക്കേണ്ട, അന്വേഷണം കൃത്യമായ രീതിയിൽ പോകുന്നത് ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഇതിനപ്പുറത്തേക്ക് ഇനി വല്ല നീക്കങ്ങൾക്കും പ്രത്യേക അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴും നിലവിൽ എന്തായാലും 4ാമത്തെ ആളാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 4ാമത്തെ ആളാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് മുഖ്യപ്രതിയാണ്, മുഖ്യ സൂത്രധാരനാണ്, ഒന്നാം പ്രതിയാണ്. അപ്പോൾ 4ാമത്തെ ആൾ പുറത്തേക്ക് ഇറങ്ങുന്നു. മുരാരി ബാബു, സുധീഷ് കുമാർ, ശ്രീകുമാർ എന്നിവരാണ് മറ്റു 3 പേർ ഇത്തരത്തിൽ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്. എന്തായാലും ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാക്കിയുള്ള പ്രതികൾക്ക് കൂടി ഈ സ്വാഭാവികമായ ജാമ്യം ബാധകമാകുന്ന